ഹലോ ഫ്രണ്ട്സ്, കുറേ നാളായി ഒരു വ്ളോഗ് ചെയ്തിട്ട്. ഇന്ന് നമ്മളൊരു കോഴിക്കോട് യാത്ര പോവുകയാണ്. എൻ്റെ ബ്രദറിൻ്റെ അവിടെ അവനവിടെ ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അങ്ങനെ അവൻ എന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പോണ വിശേഷങ്ങളൊക്കെ ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, ബായ്. 2 ദിവസം കഴിഞ്ഞ് കാണാം. ഓക്കെ, ബായ്. വൈഫ് എന്നെ കാര്യവട്ടം ജംഗ്ഷനിലാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി എടുത്ത് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ബൈ ബൈ പറഞ്ഞിറങ്ങുകയാണ്. അമ്മച്ചി പോയിട്ട് വരാം. ബൈ അങ്കു, ബൈ ബൈ. പോയിട്ട് വരാമേ. ഇപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തി ഗൈസ്. ബസ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. തമ്പാനൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ ട്രെയിൻ, ജനശതാബ്ദി ട്രെയിൻ നേരെ അവിടെ നിന്ന് കോഴിക്കോട്. അതാണ് പ്ലാൻ. ഓക്കെ, ബൈ. കുറേ നാൾക്ക് ശേഷമാണ് ബസ്സിൽ പോകുന്നത് ഗൈസ്. നൈസ് എക്സ്പീരിയൻസ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ട്രെയിനൊക്കെ കിടപ്പുണ്ട്. എല്ലാം ട്രെയിനുണ്ട്. ജനശതാബ്ദി 2:55 അപ്പോൾ അതിന് വെയിറ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുവാണ്. നല്ല അടിപൊളി ട്രെയിൻ ജനശതാബ്ദിയിലാണ് കയറിയത്. അപ്പോൾ ഇനി എന്തായാലും ട്രെയിൻ ഇനി നേരെ കോഴിക്കോട് എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ തിരൂരെത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് എൻ്റെ ബ്രദർ പിക്ക് ചെയ്യാൻ വന്നായിരുന്നു. അവൻ ഇവിടെയാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ബ്രദർ നമ്മളവിടെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ബ്രദർ കൊണ്ട് അവിടെ നിൽപ്പുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹായ് മാൻ, ലൈറ്റ് ഇട്ടുണ്ടോ? ഹലോ. അങ്ങനെ ബ്രദറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി എങ്ങോട്ടാണ് പോണ? നേരെ ഫുഡ് കഴിക്കണം. അവിടെ നേരെ വീട്ടിലോട്ട്. ഓക്കെ, ഇത് കറക്റ്റ് തിരൂരാണല്ലോ അനീഷേ? കോഴിക്കോടിന് എത്ര കിലോമീറ്റർ മാറി? കോഴിക്കോട് ഇത് മലപ്പുറം. മലപ്പുറമാണല്ലേ? നാളെയാണ് കോഴിക്കോട് പോണത്. ഓക്കെ, കോഴിക്കോട് ഓഫീസൊക്കെ കാണാം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. ഞാനും ബ്രദറും ഉണ്ട്. അപ്പോൾ ഇനി ഇതാ ഫുഡ് കഴിച്ചിട്ട് വരാം. ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ ദോശയൊക്കെയാണ്, ചിക്കൻ ദോശ, അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും അതിനുശേഷം കാണാം. ഓക്കെ, ഞാൻ ഓർഡർ ചെയ്തത് ബീഫ് ദോശയാണ്. ബീഫ് ഞാൻ എടുത്ത് ദോശ എടുത്ത് കഴിച്ചത്. അടിപൊളി വേണം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മോർണിംഗ് ആയിട്ടുണ്ട്. കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് എൻ്റെ ബ്രദർ പറയും. അനീഷേ, എന്തൊക്കെയാണ് പരിപാടികൾ? ഇന്നത്തെ ക്ലാസ് എടുക്കാൻ പോകണം. ഇന്ന് ഫുൾ അവൻ്റെ കൂടെയാണ്. പിന്നെ എവിടെയൊക്കെ കറങ്ങാൻ പോകുന്നൊക്കെ പറഞ്ഞു. നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. വ്ളോഗിൽ വന്നിട്ടാണ്. അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ വന്ന സ്ഥലം കാണിച്ചു തരാം. നമ്മൾ ഫുഡ് കിടക്കുന്ന നല്ല ഫുഡാണ്. ബ്രദറിൻ്റെ ഓഫീസാണ്. ക്ലാസ് ഇതെന്താണ്? ഇവിടെയാണോ ഇരുന്ന് ചെയ്യണം? നൈസ്. ഇവിടെ എന്തോന്നു? അങ്ങ് പോകണ്ടല്ലോ. ഇതില് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുള്ള ഇന്ത്യൻ മാർക്കറ്റ്, ഫോറക്സ്, ഏത് മാർക്കറ്റാ ചെയ്യുന്നത്?
ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ്. ഹലോ ഫ്രണ്ട്സ്, അനീഷ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് പോസ്റ്റ് അടിച്ചത് കൊണ്ട് നൈസായിട്ട് ഇവിടെ തൊട്ടടുത്ത് ലുലു മാൾ ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് വരാം. ഓക്കെ, ഇവിടെ ഈ ഇടയ്ക്ക് തുടങ്ങിയതാണ് ഈ ബ്രാഞ്ച്. ഓൾമോസ്റ്റ് മിക്ക ജില്ലകളിലും ലുലു മാൾ ആയിട്ടുണ്ട്. ആണ് ഇവിടുത്തെ ലുലു മാളിൻ്റെ ഇന്നർ ലുക്ക്. ഡബിൾ ഹൈറ്റ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, കുറച്ച് വാച്ചിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു വാച്ചിൻ്റെ കളക്ഷൻസൊക്കെ. ഇപ്പം എല്ലാം പോയി. ഇനി ഒന്ന് തിരിച്ച് കളക്ഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. 2-3 കളക്ഷൻസൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഫുൾ വാച്ചസാണ്. നല്ല രസമുണ്ടല്ലേ. എല്ലാം ഓട്ടോമാറ്റിക് വാച്ചസാണ്. ഈ മോഡലൊക്കെയാണ് കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20,000 റേഞ്ചിലൊക്കെ ഉണ്ടായിരിക്കും. അടിപൊളി അടിപൊളി അടിപൊളി. എനിക്ക് ഒരു എയർപോഡും കൂടെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ എയർപോഡ് വാങ്ങിച്ചു. എന്നിട്ടൊരു കേസ് കിട്ടും. അങ്ങനെ ഉണ്ട്. കൊള്ളാമോ? ഇവിടെ മഴയായതുകൊണ്ട് അനീഷ് ഇപ്പം പിക്ക് ചെയ്യാൻ വരും. പിക്ക് ചെയ്തിട്ട് ഈ ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മളൊരു ഹോട്ടലിൽ വന്നു. ഇവിടുത്തെ ഫേമസ് ഹോട്ടലാണ്. കുറ്റിച്ചൽ ബിരിയാണിയാണ് ഇവിടുത്തെ ഫേമസ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ഡോക്ടർ സൂപ്പർ പറയും. തലശ്ശേരിയാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ തലശ്ശേരി ബിരിയാണി നോക്കിയാണ് പോയത്. പക്ഷെ കിട്ടിയ ദം ബിരിയാണി ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ ഒരു ഇതിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നില്ല. ബാക്കി എൻ്റെ ബ്രദറിനും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. നമുക്കിനി അടുത്ത് റൂമിലോട്ട് അവിടെ നിന്ന് ബാക്കി പരിപാടികൾ. ഓക്കെ, ബായ്. പായസം കിട്ടി. അടിപൊളി പായസം. ചുമ്മാ ഉള്ളതായിട്ട് അടിപൊളി പായസമാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഷട്ടിൽ കളിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഷട്ടിൽ കളിച്ചിട്ട് വരാം. ഓക്കെ, വീടെത്തിയിട്ടുണ്ട്. ഇനി ഷട്ടിൽ കളിച്ച് എൻജോയ് ചെയ്തിട്ട് വൈകുന്നേരം ഒന്ന് പുറത്തൊക്കെ പോകാനുള്ള പ്ലാനാണ്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഷട്ടിൽ കളിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം റൂമിൽ വന്നൊന്ന് റെസ്റ്റ് എടുത്തു. കുറച്ച് ഓഫീസിലെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം ക്ലിയറാക്കി ഇപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഓക്കെ, ബൈ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഇലക്ട്രിക് കാറിലാണ് പോകുന്നത്. സൗണ്ടൊന്നുമില്ല. ഫസ്റ്റ് ടൈമാണ് ഇലക്ട്രിക് കാർ ഓട്ടിക്കുന്നത്. കൊള്ളാം. സാധാ കാർ ഓട്ടിക്കുന്നൊരു ഇതില്ല. സൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ട്. ലെഗ് ഫ്രൈ, കോഫി. കാണാൻ പറ്റുന്നില്ലേ നമ്മൾ? നൈറ്റിലത്തെ ഫുഡാണ്. ഇനി 2-3 ഐറ്റംസും കൂടെ വരാറുണ്ട്. മാംഗോ ജ്യൂസ്, കൊണ്ടാട്ടം, ദോശ, പിന്നെ പൊറോട്ട, 2-3 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കഴിച്ചിട്ട് കാണാം. ഫ്രണ്ട്സ്, കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മളിതാ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നു. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ.
ആയിട്ടുണ്ട്, നല്ല തിരക്കുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പം ഇന്ന് ഫുൾ എൻഗേജ്ഡ് ആയിട്ടുള്ള ദിവസമായിരുന്നു. പിന്നെ നാളെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തോടെ ഈ വ്ളോഗ് ഇവിടെ തീരുകയാണ്. അതേപോലെ വ്ളോഗിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ സിമ്പിളായിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ ഒന്നും ഒരുപാട് അറേഞ്ച് ചെയ്ത് തന്നിട്ടുന്നില്ല. ഇത് എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്യുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വരും, ക്ഷമിക്കുക. അതുപോലെ റീച്ച് കിട്ടാനോ ഫോളോവേഴ്സിന് വേണ്ടിയൊന്നുമല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം കൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇട്ടതാണ്. അപ്പോൾ ഓക്കെ, ബൈ.